ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു ഹെൽത്തി മയോണൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാനും കഴിയും, ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു മയോണൈസ് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കിനും അതിൽ വിഷബാധ വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഈ ഒരു മയോണൈസിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനൊരു 16 വർഷത്തോളമായിട്ടോ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളോളം സൂക്ഷിച്ച് കഴിക്കൽ തുടങ്ങിയിട്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറഞ്ഞ ഓയിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ക്രീമി സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ക്രീമി ഫ്ലഫി ആണെന്ന്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും നമ്മുടെ ഈ ഒരു മയോണൈസ് ഉപയോഗിക്കാൻ തന്നെ പേടിയാണ്. നമ്മൾ പല പ്രശ്നങ്ങളും കേട്ട കാരണം തന്നെ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്ക് ഈ ഒരു മയോണൈസ് വലിയ പാർട്ടികളിലൊന്നും സെർവ് ചെയ്യാൻ പാടില്ല എന്നത്. പക്ഷേ ഈ ഒരു മയോണൈസ് നല്ല ഹെൽത്തി തന്നെയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വർഷങ്ങളോളമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഐറ്റമാണിത്. അതേപോലെ നമ്മൾ ആഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 8 മുട്ടയോളം ഇതേപോലെ പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ്. അതുപോലെ ഒരു 300 ഗ്രാമോളം ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു മുട്ടയിൽ ഈ ഒരു മഞ്ഞക്കരു എഗ് യോക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ തൈര് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ മയോണൈസിന്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം ഓയിലൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്രീമി ആവാൻ വേണ്ടിയിട്ട് ഞാനിത് 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ ആ ഒരു മിക്സ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 തവണകളായിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്, കുറച്ച് അധികമുള്ള കാരണം തന്നെ. ഇനി നമുക്ക് ഈ ഒരു ക്രീമിലോട്ട് വേണം നമ്മുടെ ആ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തൊലിയൊന്നും ഇതിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഇതിലൊരു തൊലി കണ്ട കാരണം ഞാനതൊന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമുക്ക് ഈ ഒരു ക്രീമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ട് നമുക്ക് ആദ്യം ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിൽ പകുതി ക്രീം നമ്മൾ അതിൽ വെച്ച ശേഷം ബാക്കിയുള്ള ഉരുളൻകിഴങ്ങ് പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെറും ഉരുളൻകിഴങ്ങ് നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്രീമിയും ഫ്ലഫിയും ഒന്നും ആയി കിട്ടില്ല കേട്ടോ നമ്മുടെ മയോണൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം അതിൽ വെച്ച ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു വലിയൊരു ബൗളിലേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അധികം ഉണ്ടാക്കിയെടുക്കുന്ന കാരണം തന്നെ ഞാനിത് ഫസ്റ്റ് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വീണ്ടും നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഓരോ മിനിറ്റ് കൂടുമ്പോഴും അരച്ച ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഒഴിച്ചിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. എങ്കിലേ നന്നായിട്ട് തന്നെ ഫ്ലഫി ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മയോണൈസ് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഓയിലൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇത്രയും അധികം നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമേ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ അരച്ച ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതേപോലെ ഒരു തിക്കായിട്ടുള്ള മയോണൈസ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു മയോണൈസ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസ് തന്നെയാണിത്. അപ്പം നമ്മൾ ആ പച്ച മുട്ടയുടെ വൈറ്റ് പോർഷൻ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് ട്ടോ നമ്മൾ കുക്ക് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴൊക്കെയാണ് ഇത് വിഷബാധയുടെ പ്രശ്നം വരുന്നത്. ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ട്ടോ. അപ്പോൾ നമ്മൾ വർഷങ്ങളോളമായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് ട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് ഈ മയോണൈസ് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നന്നായിട്ടൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കാറ് ട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ട്ടോ. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഫീഡ്ബാക്ക്സ് വല്ലതും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.